നമ്മുടെ ആരോഗ്യ മേഖല പരിപൂർണമായിട്ടും ഒരു വലിയ ദുരന്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് തുടങ്ങിയ പ്രചരണങ്ങളാണ് കൃത്യമായിട്ടും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ശരികൾ ഉള്ളപ്പോഴും അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ അതിൻ്റേതായ രീതിയിലുള്ള മെച്ചപ്പെടലുകളും നല്ല മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും പല ശുഭകരമല്ലാത്ത വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളതാണ് 2017-ലും 2021-ലൊക്കെ സ്ത്രീകളുടെ വയറ്റിൽ കുടുങ്ങിയ കത്രികകളെക്കുറിച്ചുള്ള സംഭവങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള നിലവിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള LDFൻ്റെ സ്ഥാനാർത്ഥി വീണ ജോർജും അഭിൻ വർക്കി UDF കാൻഡിഡേറ്റിലായിട്ടുള്ള അഭിൻ വർക്കിയും തമ്മിലുള്ള സംവാദം നടന്നു. ആ സംവാദം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതിലേറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കപ്പെട്ടത് ഈ 2017-ലും 2021-ലും കത്രിക കുടുങ്ങിയ വിഷയങ്ങളൊക്കെയാണ്. നമുക്കറിയാം 2017-ലും ആ കാലഘട്ടങ്ങളിൽ ആരോഗ്യമന്ത്രിയായിരുന്നത് ശൈലജ ടീച്ചറാണ്. അപ്പോൾ കുറ്റം യഥാർത്ഥത്തിൽ ആരിലേക്കാണ് പോകേണ്ടതെന്നുള്ളതാണ്. അഭിൻ വർക്കിയും ആരോഗ്യമന്ത്രി വീണ ജോർജുമായിട്ടുള്ള തർക്കം യഥാർത്ഥത്തിൽ മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും പത്തനംതിട്ടയിൽ ആരാണ് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി, ആരാണ് മെച്ചപ്പെട്ട വിലയിരുത്തലുകൾക്ക് വിധേയമാകേണ്ടത് എന്നുള്ള രീതിയിലാണ്. അപ്പം മന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഒരു തികഞ്ഞ പരാജയമാണെന്ന് സ്ഥാപിക്കാനാണ് അഭിൻ വർക്ക് ശ്രമിച്ചത്. അതിന് വളരെ ദുർബലമായ മറുപടി മാത്രമേ വീണ ജോർജിന് ഉയർത്താൻ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങളുള്ളൂ. ഒന്ന് അവരെ വ്യക്തിപരമായി കേന്ദ്രീകരിക്കുന്നതും, ഒന്ന് ആരോഗ്യ മേഖല പൊതുവായി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായ കാര്യം. ഈ പല ആശുപത്രികളിലും രോഗികളെ ഒരു മൂന്നാംകിട പൗരന്മാരായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമീപനമാണ് പല ആശുപത്രികളും എടുത്തിരുന്നത്. അതുപോലും മേജർ ഓപ്പറേഷൻ സർജറികൾ പോലും വളരെ അശ്രദ്ധയോടെ യാതൊരു സൂക്ഷ്മതയുമില്ലാതെ രോഗികൾക്ക് പീഡനകാലമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ തന്നെ പല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാണ് വയറ്റിൽ പല സാധനങ്ങളും കണ്ടെത്താൻ പറ്റുന്നത്. പഞ്ഞി, തുണിക്കെട്ട്, കത്രിക, മൊട്ടുസൂചി സാധനങ്ങളെല്ലാം രോഗികളുടെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട ഭാഗത്തു നിന്ന് പിന്നീട് കണ്ടെത്തുകയാണ്. അപ്പം അത്ര ശ്രദ്ധയില്ലാതെയാണ് ഈ കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നത്. അത് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്യാൻ അഭിൻ വർക്കിക്ക് സാധിച്ചു. പക്ഷേ ഞാൻ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം അതിനേക്കാൾ കൂടുതലായി ഒരു രോഗിയുടെ വയറ്റിൽ പുഷ്പ എന്ന് പറഞ്ഞാൽ രോഗിയുടെ ഒരു വയറ്റിൽ ഈ കത്രിക കുടുങ്ങി എന്നുള്ള വിവരം അവിടെ വീണ്ടും ചെന്ന് എനിക്ക് തുടർച്ചയായിട്ട് വയറ്റുവേദനയാണ്, ഇന്ന ദിവസം സർജറി കഴിഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ അതിനോട് കാണിക്കുന്ന നെഗ്ലിജൻ്റായിട്ടുള്ള ഒരു മനോഭാവമുണ്ട് ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ. മാത്രമല്ല ഇങ്ങനെ ചെല്ലുന്നവരെ കളിയാക്കി പരിഹസിച്ച് വിടുകയും ചെയ്യും ഈ കത്രിക പ്രശ്നം. അത് കൂട്ടത്തിൽ ഒരു ഡയലോഗ് കൂടെ വീണ ജോർജ് പറഞ്ഞു, അല്ല കൺസേൺഡ് ഡോക്ടർ പറഞ്ഞു, സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞു 10 സെൻറ്റിമീറ്റർ നീളമുള്ള 5 വർഷം കിടന്നാലും കുഴപ്പമില്ല, 10 വർഷം കിടന്നാലും കുഴപ്പമില്ല, അവർ കിടന്നോളൂ. ആ രീതിയിൽ രോഗികളെ അവഹേളിക്കത്തക്ക രീതിയിൽ ആണ് ഇവിടെ വീണ ജോർജിൻ്റെ സഹപ്രവർത്തകരായ താഴെത്തട്ടിലുള്ള ഡോക്ടർമാരും ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചത്. പിന്നെ വീണ്ടും വരികയാണ് ഹോസ്പിറ്റലിലുള്ള സുരക്ഷ. കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണു, ആരുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാനായിട്ട് മന്ത്രി കാണിച്ച വ്യഗ്രത ഉത്തരവാദിത്തമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഉത്തരവാദിത്തമില്ലായ്മയുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതിന് പകരം യാതൊരു ഇതും കൂടാതെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഹോസ്പിറ്റലുകളിലുണ്ടായ മറ്റപകടങ്ങൾ. പക്ഷെ അതിന് പകരം ഇവരെന്ത് ചെയ്യുന്നറിയോ, നല്ല പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റൽ വളരെ ഇതാണ്. പല സന്ദർഭങ്ങളിലും ഹോസ്പിറ്റലിൽ ചെല്ലുന്ന രോഗികളോട് അവിടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ വേണം, അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വരാൻ, പഞ്ഞി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ രോഗികളോട് ആവശ്യപ്പെടുന്ന ഡോക്ടർമാരുണ്ട്. അത് ഈ പേപ്പട്ടി വിഷത്തിന് മരുന്ന് പല ഹോസ്പിറ്റലുകളിൽ ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പേപ്പട്ടി കടി ഉണ്ടാകുന്ന സമയങ്ങളിൽ പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന്. അപ്പം മൊത്തത്തിൽ തകർന്നടിഞ്ഞ ഒരു ആരോഗ്യ വ്യവസ്ഥയായിരുന്നു വീണ ജോർജിൻ്റെ കാലഘട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്തത്. ഇത് കൂടാതെ വേറൊരു രസമുള്ള സംഭവം, ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഈ കത്രിക ഉപേക്ഷിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇവരെല്ലാം മന്ത്രി, ശൈലജയാണ് മന്ത്രി, ശൈലജ ടീച്ചറാണ് മന്ത്രി. ഉടനെ ഇവർ പറഞ്ഞു എൻ്റെ കാലത്ത് അങ്ങനെ കത്രിക ഉണ്ടായിട്ടില്ല. ഇവരുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ശൈലജ ടീച്ചറിൻ്റെ കാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി എന്ന് ഇപ്പോൾ പേരാവൂരിലെ കോൺഗ്രസ്സുകാർക്ക് സണ്ണി ജോസഫിന് എതിരായി മത്സരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പറയാം, വീണ ജോർജിൻ്റെ പ്രസംഗം ഉപയോഗിക്കാം. ശൈലജ ടീച്ചറിൻ്റെ കാലത്ത് ഹോസ്പിറ്റലുകളെല്ലാം കുളമായിരുന്നു എന്ന് പറയാൻ കൊണ്ട് ഒരു ആയുധം കൂടെ വീണ ജോർജ് കൊടുത്തിരിക്കുകയാണ്. അതായത് ശൈലജ തോക്കണമെന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആരാഗ്രഹിക്കുന്നുണ്ട്, വീണ ജോർജ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇത് ശൈലജയും കൂടെ പ്രതിയാക്കിയിരിക്കുക ഈ കേസ്. വീണ ജോർജിൻ്റെ ലാപ്സിനേക്കാൾ കൂടുതലായിട്ട് ശൈലജയുടെ ലാപ്സാണ് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താ? എന്തിനാണ് 60,000 ശിഷ്ടം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പേരാവൂർക്ക് മാറ്റിയത്, കോൺഗ്രസിൻ്റെ ഷുഗർ സീറ്റിലേക്ക് മാറ്റിയത്? താങ്കൾ പറഞ്ഞു വരുന്നത് ഇന്നിപ്പം കുറ്റപ്പെടുത്തുന്ന ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങളൊക്കെ ശൈലജ ടീച്ചറുടെ കാലം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അവരവിടെ നൈസായിട്ട് മികച്ച ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ലേബലില് വേണ്ടാത്ത രീതിയിലുള്ള ഒരു പ്രചരണത്തിലേക്ക് വന്നെത്തി എന്നാണോ? അതായത് അവരുടെ സമയത്തുണ്ടായിരുന്ന ലാപ്സുകളൊക്കെ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അന്ന് നമ്മൾ അവരെ ആഘോഷിച്ചത് എന്താ? ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി, ആരോഗ്യ മേഖലയെ ശുദ്ധീകരിക്കുന്നു തുടങ്ങിയ രീതിയിലാണ്. പക്ഷേ ശൈലജ ടീച്ചറുടെ കാലത്ത് ആരോഗ്യ മേഖല ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവര് ഇരുന്ന കാലഘട്ടത്തിലാണ് 2017-ലും 2021-ലും 2 സ്ത്രീകൾ ഓപ്പറേഷനായിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിയ സ്ത്രീകളുടെ വയറ്റിൽ നിന്ന് കത്രിക പിന്നീട് വീണ്ടെടുക്കുന്നത് മാസങ്ങൾക്ക് ശേഷം. മാസങ്ങൾക്ക് ശേഷം. അപ്പൊ എന്താണ് അത് വ്യക്തമാക്കുന്നത്? ശൈലജ ടീച്ചറും നല്ലൊരു ആരോഗ്യമന്ത്രി ആയിരുന്നില്ല. ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയാണ്, CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. എവിടെയാ? പേരാവൂർ മത്സരിക്കുകയാണ് സണ്ണി ജോസഫിനെതിരായിട്ട്. അപ്പം സണ്ണി ജോസഫിന് ജയിക്കാൻ കൂടുതലെല്ലാം പറഞ്ഞു കൊടുക്കണോ? പിന്നെ ഇവർ തമ്മിലുള്ള ടഗ് ഓഫ് വാർ ഉണ്ടല്ലോ. ശൈലജ ടീച്ചറെ മാറ്റിയിട്ടാണ് വീണ ജോർജ് ആരോഗ്യ വകുപ്പിലേക്ക് വന്നത്. ഇവിടെ വീണ ജോർജ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസത്തെ സംവാദം കേട്ട എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരെത്തിപ്പെട്ടത്. പ്രത്യേകിച്ചും ഈ കണ്ണൂർ നടന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഉണ്ടല്ലോ, പ്രതിഷേധം. അതിൽ ആദ്യം വന്ന കഴുത്ത് പിടിച്ച് ഞെരിച്ചു, മാരകായുധങ്ങളുമായിട്ട് അവർ രംഗത്ത് വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു തെളിവും നിരത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് പൊളിപോഴും നൽകിയത് വെറും കറുത്ത കൊടി മാത്രമേ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള മാരകായുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും യഥാർത്ഥത്തിൽ മന്ത്രിക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം താല്പര്യം സംരക്ഷിക്കാനായിട്ട് പച്ചക്കള്ളം കള്ളം പറഞ്ഞ ഒത്തിരി പേരുണ്ട്. സ്വന്തം താല്പര്യ സംരക്ഷണത്തിന്, സ്വന്തം ഗ്ലാമർ വർദ്ധിപ്പിക്കാൻ, സ്വയം ഹീറോ ആകാൻ കള്ളം പറയേണ്ട ആവശ്യം. കണ്ണൂർ നടന്ന അതല്ലേ? ഇവർക്കറിയാം ഇവർക്കൊന്നും പറ്റിയിട്ടില്ലെന്നും ഇവരെ തൊട്ടിട്ടില്ലെന്നും ആർക്കറിയാം? പക്ഷേ വീണ ജോർജിനറിയാം. എന്നിട്ടും അവരെ ഏറാൻ മൂളുന്ന കുറേ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചില ചാനൽ കൂട്ടി വിളിച്ച് പരസ്യമായിട്ട് പറയുകയാണ് KSU പ്രവർത്തകരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തു. 10-14 ദിവസം ജയിലിൽ കിടന്നു. 10-14 ദിവസം പാവം പിടിച്ച പിള്ളേരെ ജയിലിലിട്ടെന്ന് ഇവരാരോട്? ഞാനതാ പറയാം, വ്യക്തിപരമായി അവർ കുറ്റവാളിയാണ്. മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായി പോലും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ പാവം പിടിച്ച പിള്ളേരെ ജയിലിലേക്ക് അയച്ചതിന് ഉത്തരവാദിയാരാ? ഇവരുടെ കള്ളമൊഴിയല്ലേ? കള്ളസാക്ഷി പറഞ്ഞാൽ കുറ്റമാണ്. അപ്പോൾ കള്ളമൊഴി പറയുന്നതിന് ശരിക്കും കുറ്റമാണ്. അല്ല, അത് കോമൺ സെൻസിൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്തിനാണ് അത്തരത്തിലുള്ളൊരു കാര്യം കളിച്ചത് എന്നുള്ളത്. കാരണം നിരന്തരമായിട്ട് വീണ ജോർജിനെതിരെ ആക്രമണം വരുന്നു. അതായത് ആരോഗ്യ മേഖല നല്ലതല്ല, മന്ത്രി മോശമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ പോകുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ, ഷംസീർ പോകുന്നു, പിന്നീട് കുറച്ച് ദിവസം പെഡലിയുമായിട്ട് നടക്കുന്നു. ഇതിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് ആരും അറിയിക്കാതെ, അതായത് ഇത്രയും ദിവസം ICUവിൽ കിടന്ന ഒരാൾ എങ്ങനെ പെട്ടെന്ന് പുലർച്ചെ ആരും അറിയാതെ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂട്ടാവുന്നു? അതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം? അതിന്റെ പിന്നിൽ പല കാര്യങ്ങൾ കാണും. അത് നമുക്ക് ഒന്ന്, അവർ ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂട്ടാകുന്നതിൻ്റെ കാര്യം, അവിടെ കിടന്നാൽ വെന്റിലേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ വിസിറ്റേഴ്സ് വരും, പലരും അന്വേഷിക്കാൻ വരും. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്വേഷിക്കാൻ ചെല്ലുക, കയറ്റിവിടാതിരിക്കാൻ പറ്റുമോ? സുരേഷ് ഗോപി കേരളത്തിലൊരു മന്ത്രിയല്ലേ, ആശുപത്രി കിടക്കല്ലേ? അതും കോൺഗ്രസ്സുകാരൻ ഡൽഹിയാണല്ലോ ആശുപത്രി കിടക്കുക. അപ്പോൾ BJP-കാരനായ സുരേഷ് ഗോപിക്ക് അവിടെ സന്ദർശിക്കാൻ കാണാൻ തടയാൻ പറ്റുമോ? ഇല്ല. വല്ല ഇവരും ഡോക്ടർമാർക്ക് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു ഡോക്ടറിന് ഒരു നാവുപിഴ വന്ന് ഒരു നാവുപിഴ വന്ന് ഇത് കുഴപ്പമൊന്നുമില്ല വെറുതെ കിടക്കുന്നതെന്ന് പറഞ്ഞു പോയാൽ അവരുടെ കിടപ്പ് ആരുടെ കിടപ്പ് പോലെ എന്നറിയാവോ? ഒരു സിനിമ ഓർക്കുന്നു, കൊച്ചി രാജാവാൻ തോന്നുന്നു, ദിലീപാണ്
കാവ്യമാധവൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റ് പറ്റി കൈയും കാലും ഒടിച്ചു എന്നുള്ള മട്ടിൽ പ്ലാസ്റ്റർ ഇട്ട് കിടന്ന ദിലീപിൻ്റെ അതിനേക്കാൾ അപഹാസ്യമായ വേഷമാണ് അവളെ കെട്ടിയാടിയത്. ദിലീപിൻ്റെ പോലെ തല്ലുമുഴക്കും ലാത്തി ചാർജും ഹീറോ ആവുന്നുണ്ട്. അത്തരം തരംതാണ ശ്രമങ്ങൾ നടത്തുന്ന ഒരാൾ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു എന്ന് പറയാനും ആ മാധ്യമപ്രവർത്തകരുടെ ഈ വൃത്തികെട്ട ജൽപ്പനങ്ങളെ പാടി പുകഴ്ത്താൻ തയ്യാറായ നമ്മുടെ മാധ്യമപ്രവർത്തകർ, വലിയ മാന്യന്മാരായ മാധ്യമപ്രവർത്തകർ, അവരെക്കുറിച്ച് നമുക്ക് എന്ത് പറയണം? അവരെക്കുറിച്ച് നമുക്ക് എന്താ പറയണ്ടേ? അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ തീറ്റിപ്പോറ്റിയ മന്ത്രിമാർ ഓരോരുത്തരുടെ കഥയുണ്ട്. ഇപ്പോൾ അതുപോലെ ഏറ്റവും അപഹാസ്യമായ കഥയല്ലേ ഇത്? പിണറായി വിജയന് ക്യാപ്റ്റനുള്ള ബിരുദം കൊടുത്താരാ? 2016-ലും 2021-ലും 2 തവണ അടുപ്പിച്ചടുപ്പിച്ച് അവർ ജയിക്കുന്നു ആറന്മുളയിൽ നിന്ന്. 19,000-നടുത്ത് ഭൂരിപക്ഷമുണ്ട് 2021 ആദ്യം ജയിക്കുമ്പോൾ. അതില്ല, രണ്ടാമത് 2021-ൽ ജയിക്കുമ്പോൾ. അപ്പം എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ? എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥി അങ്ങോട്ട് ചെയ്യുന്നിരിക്കുന്നത്. പത്തനംതിട്ട ബേസിക്കലി പത്തനംതിട്ട വാസ്, ഇനിയിപ്പോൾ നാളെ തൊട്ട് ഈസ് എന്ന് പറയാം, ഒരു കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു പത്തനംതിട്ട. അവിടെ പാർലമെൻറ്റ് ഇലക്ഷൻ ആൻ്റോ ആൻ്റണിക്ക് പോലും 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. ആൻ്റോ ആൻ്റണിക്ക് പോലും, കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിൻ്റെ ലീഡുണ്ട് UDF. അതാണ് ഏറ്റവും വാലിഡ് ആയിട്ടുള്ളത് നോക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത്. ലാസ്റ്റ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തും മുനിസിപ്പാലിറ്റി എല്ലാം കൊണ്ട് 5,000 വോട്ടിൻ്റെ ലീഡ് അവിടെയുണ്ട്. അങ്ങോട്ടാണ് കോൺഗ്രസ് യുവമുഖങ്ങളിൽ ഏറ്റവും കരുത്തനായ, ചാനൽ ചർച്ചകളുടെ ഏറ്റവും സമർത്ഥനായ പോരാളിയായ അബിൻ വർക്കി അങ്ങോട്ട് ചെല്ലുകയാണ്. പിന്നെ സമുദായത്തിൻ്റെ അഡ്വാൻറ്റേജ് വീണ ജോർജിന് കിട്ടിക്കൊണ്ടിരുന്ന കാര്യമുണ്ട്, അവർ നിഷേധിക്കാറുമില്ല. സമുദായത്തിൻ്റെ ഓർത്തഡോക്സ് സഭയിലെ അംഗം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അതിൽപ്പെട്ട ആളെ എന്നുള്ള നിലയിൽ ഇവർക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിന് സപ്പോർട്ട് കിട്ടി അവർ ജയിക്കാനുള്ളൊരു കാരണം അതാണ്. പക്ഷേ അബിൻ വർക്കി അത് തന്നെയാണ്. അബിൻ വർക്കിയുടെ റിലേറ്റീവ്സും സഭയുടെ ഉയർന്ന സ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വോട്ട് മിനിമം 2 ചെയ്യും. അപ്പോൾ തന്നെ അവർ തൂക്കുക അവിടെ. അനിവാര്യമായ തോൽവി അവർ ഫേസ് ചെയ്യുന്ന അവർക്ക് എന്തെല്ലാം നെഗറ്റീവ്സ് ഒത്തിരി കിട്ടും. ആകെ പറയാവുന്ന പോസിറ്റീവ്സ് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയായിരിക്കും, അതും അവിടെ ഇല്ലാതാവുകയാണ്. പിന്നെ അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? തോൽക്കുമെന്ന് മാത്രമല്ല, സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് വീണ ജോർജ് അടിയറവ് പറയും. കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ ദാരുണമായ അവരെ അടിയറവ് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പെടലി രാഷ്ട്രീയം. പെടലല്ലേ അഭിനയം. ഒരു കൊല്ലം നാടക ട്രൂപ്പിൽ ചേർന്ന് അവർ നല്ല അടിയായതിന്. KPC പണ്ടുണ്ടായിരുന്ന KPC ചേരായിരുന്നു. CPM-ൻ്റെ തന്നെ നാടക ട്രൂപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടക ട്രൂപ്പായിരുന്നു KPC. CPI-യുടെ അവർക്ക് സുഖമായിട്ട് ചേരായിരുന്നു. മാത്രമല്ല ആ നാട്ടിൽ എന്തെല്ലാം ഈ നാടകം ഇത് മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളെ മുഴുവൻ നാടകം പൂർത്തിയായിരിക്കാത്ത അപ്രോച്ച് റോഡിന് ഉദ്ഘാടനം ഒരു വശം നടത്തും, ഇപ്പുറത്ത് പാലത്തിൻ്റെ ഉദ്ഘാടനം നടത്തും. രണ്ടും പൂർത്തിയായിട്ടില്ല. അതിൻ്റെ നോട്ടീസ് ഒന്ന് പാർട്ടി ഇറക്കും, ഒന്ന് സർക്കാർ ഇറക്കും. ഇതൊക്കെ എന്തായാലും അബിൻ വർക്ക് എണ്ണി ചോദിച്ചു. എന്തായാലും പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത് പ്രതിപക്ഷം വസ്തുത നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ പ്രതികരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വസ്തുത നിരത്തിയിട്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.